കുടുംബ കോടതിക്കായി വടകരയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം നാളെ ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് വടകര ബാർ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോടതി പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ ജസ്റ്റിസ് സൗമൻസൺ അധ്യക്ഷത വഹിക്കും. ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ്, ജസ്റ്റിസ് K നടരാജൻ, ജസ്റ്റിസ് C പ്രദീപ് കുമാർ, മന്ത്രി PA മുഹമ്മദ് റിയാസ്, ഷാഫി പറമ്പിൽ MP, MLA-മാരായ KP കുഞ്ഞമ്മദ്കുട്ടി, EK വിജയൻ, KK രമ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാന സർക്കാർ 9.2 കോടി രൂപ ചെലവഴിച്ചാണ് കുടുംബ കോടതിക്ക് വടകരയിൽ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. അത്യാധുനിക സൗകര്യങ്ങളോടെ 3 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചത്. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന കുടുംബ കോടതി 2009-ലാണ് വടകരയിൽ അനുവദിച്ചത്. ബാർ അസോസിയേഷൻ ഹാൾ കോടതി പ്രവർത്തിക്കാനായി വിട്ടു നൽകുകയായിരുന്നു. കോടതി മുറികൾ, അഭിഭാഷകർക്കുള്ള മുറികൾ, മുലയൂട്ടൽ കേന്ദ്രം, കുട്ടികളുടെ കളിസ്ഥലം, ലിഫ്റ്റ്, കൗൺസിലിംഗ് റൂം, ശൗചാലയങ്ങൾ തുടങ്ങിയവ കെട്ടിടത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വടകരയിൽ കുടുംബ കോടതിക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ആ കുടുംബ കോടതിയെക്കുറിച്ച് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള മുഴുവൻ കേസുകളും കോഴിക്കോടായിരുന്നു വിചാരണ ചെയ്തിരുന്നത്. സാധാരണ ചെലവിന് കിട്ടാനുള്ള കേസുകൾ, വിവാഹമോചന കേസുകൾ, സ്വർണം കിട്ടാനുള്ള കേസുകൾ, അങ്ങനെയുള്ള എല്ലാ കേസുകളും കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോടായ ഒരു വാടക കെട്ടിടത്തിലുള്ള കോടതിയിലായിരുന്നു നടത്തിയിരുന്നത്. പിന്നീട് ഈ അഭിഭാഷകരുടെയും പൊതുപ്രവർത്തകരുടെയും ഒക്കെ സംയുക്തമായ ഇടപെടലിനെ തുടർന്ന് സർക്കാർ ഒരു കോടതി വടകരക്ക് അനുവദിക്കേണ്ടായത്. അപ്പോൾ ഈ കോടതി അനുവദിച്ചപ്പോൾ കെട്ടിടമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ വടകര ബാർ അസോസിയേഷൻ്റെ ഹാള്, വിശാലമായ വടകര ബാർ അസോസിയേഷൻ്റെ ഹാള് ഈ കോടതി നടത്താൻ വേണ്ടി വിട്ടുകൊടുത്തു. അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ ഒരു കരാർ എന്താണെന്ന് പറഞ്ഞാൽ, പുതിയ കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹാള് ബാർ അസോസിയേഷൻ തിരിച്ചു കിട്ടും എന്ന രീതിയിലായിരുന്നു വിട്ടുകൊടുത്തത്. അതിനെ തുടർന്ന് വടകര ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികളുടെയും നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് സംസ്ഥാന സർക്കാർ ആദ്യം 1.98 കോടി രൂപ സാങ്ഷൻ ചെയ്തു. അങ്ങനെ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കഴിഞ്ഞു ടെക്നിക്കൽ സാങ്ഷനിലേക്കൊക്കെ പോകുന്ന സാഹചര്യത്തിലാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ വടകരയിൽ ഒരു മനോഹരമായ കെട്ടിടം നിർമ്മിക്കാൻ ആ സംഖ്യ മതിയാവില്ല എന്നും, അങ്ങനെ ആ പ്ലാനും അതേപോലെ എസ്റ്റിമേറ്റും ഒക്കെ റിവൈസ് ചെയ്യുകയും ഒരു ബഹുനില കെട്ടിടം 3 നിലകളോട് കൂടിയ സുപ്രീം കോടതിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ചൈൽഡ് ഫ്രണ്ട്ലി റൂമുകൾ, പ്ലേ റൂമുകൾ, അതേപോലെ അഭിഭാഷകർക്ക് ഉള്ള അനെക്സുകൾ, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടി ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ വേണ്ടി 9.2 കോടി രൂപ ഈ ഇന്നത്തെ സർക്കാർ അനുവദിച്ചു തന്നു. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് KM രാംദാസ്, അഡ്വക്കേറ്റ് CP പ്രേംദാസ് ബാബു, KK സാജിർ, K ഷാജീവ്, VK ഫൗസിയ, KR ജസ്ജിത്ത് എന്നിവർ പങ്കെടുത്തു.